പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് രണ്ടാം തേർ ദിനമാണ്. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലുള്ള തേര് ഗ്രാമത്തിൽ പ്രദക്ഷിണത്തിനായി ഇറങ്ങുന്നു. മന്തക്കര ക്ഷേത്രത്തിൽ നിന്ന് ഗണപതിയുടെ തേര് പ്രയാണത്തിനായി വരുന്നത് പ്രമാണിച്ച് വലിയ വിപുലമായ ആഘോഷമാണ് ഇപ്പോൾ കൽപ്പാത്തിയിൽ എമ്പാടും കാണാൻ കഴിയുന്ന. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഒരു ഉത്സവാന്തരീക്ഷത്തിലൂടെ വീണ്ടും കടന്നു പോവുകയാണ് കൽപ്പാത്തി. തീർച്ചയായും വളരെ ഉത്സവാന്തരീക്ഷത്തിൽ വളരെ ഭക്തി സാന്ദ്രമായ സമയത്തൂടെയാണ് ഇപ്പോൾ കൽപ്പാത്തി കടന്നു പോകുന്നത്. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഗണപതിയുമായുള്ള തേര് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രയാണം ആരംഭിക്കും. പൂജകൾ ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം രഥാരോഹണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അധികം വൈകാതെ തന്നെ ഈ രഥം ഈ വഴിയിലൂടെ ഇങ്ങനെ നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ തിരക്ക് കൽപ്പാത്തിയിൽ അനുഭവപ്പെടുന്നു. സാധാരണ നമ്മൾ മൂന്നാം തേരിന്റെ ദിവസമൊക്കെയാണ് വലിയ തിരക്ക് കാണാറ്. പക്ഷേ ഇന്ന് രണ്ടാമത്തെ ദിവസം തന്നെ മന്തക്കര മഹാഗണപതിയുടെ മുന്നിൽ വലിയ തിരക്കും ജനക്കൂട്ടത്തെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നിരവധി ആളുകൾ ഇവിടേക്കൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ രഥാരോഹണവും തേരും ഒക്കെ കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്? അതെ, കൽപ്പാത്തിക്കാരാണ്. സ്റ്റൈലൻ ഷർട്ടാണ്. അതെ, എല്ലാ വർഷവും ഇതുപോലുള്ളതാണ്. നമ്മുടെ ലീഡർ ഇവരാണ്. ലീഡർ ഒന്നുമില്ല, ഇത് എല്ലാ കൊല്ലവും ഇതേപോലെയാണ്. ഇതേപോലത്തെ ഡ്രസ്സാണ് എല്ലാ കൊല്ലവും ഇടുക. നല്ല ഗംഭീരമായിട്ട്. താങ്ക് യു. ഇന്ന് ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ തന്നെ രഥപ്രയാണം തുടങ്ങും. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ വലിച്ചിട്ട് നിർത്തും, ബാക്കി വൈകുന്നേരം. അതെ, മന്തക്കരയിലുള്ള തേര് മാത്രമേ ഇല്ല, ഒന്നാം തേര് ഇന്നലെ എടുത്ത തേരും ഇന്ന് ഓടി തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ നാളെയാണ് അല്ലെ? അത് കഴിഞ്ഞാൽ നാളെയാണ് അവസാനത്തെ സമയമാണ്. ഏറ്റവും വലിയ തിരക്കൊക്കെ എല്ലാ തേരും ഉണ്ടാവും നാളെ. എല്ലാ തേരും ഉണ്ടാവും. എല്ലാ 6 അമ്പലത്തിന്റെ തേരും നാളെ ഉണ്ടാവും. ഊട്ടിയിൽ വെച്ച് സംഗമിക്കും. ഇല്ല, കുറച്ചുകൂടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് സംഗമം ഉണ്ടാവും. അതാണ് ഏറ്റവും ആളുകളൊക്കെ ഒഴുകി എത്തുന്ന ഒരു ദിവസമാണ് നാളെ. അതെ, നാളെ വൈകുന്നേരം. ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട്. അതെ, അത്യാവശ്യം തിരക്കുണ്ട്. ഓരോ വർഷവും കൂടിക്കൊണ്ടാ വരുന്നത് തിരക്ക്. അയർലൻഡിലാണ് വന്നിരിക്കുന്നത് ഈ വർഷം. അതെ. നിങ്ങൾ എല്ലാവരും കൽപ്പാത്തിയിലെ തേരാണെങ്കിൽ എവിടെയാണെങ്കിലും ഇവിടെ എത്തും അല്ലെ? എവിടെയാണെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ ഇരിക്കൊള്ളില്ല. തുടങ്ങിയോ? വലിക്കാൻ തുടങ്ങി. മന്തക്കര മഹാഗണപതിയുടെ രഥം അതിങ്ങനെ വരികയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ഇതാ പൂജകൾ പൂർത്തിയായി, രഥാരോഹണം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ തേര് വലിച്ചു തുടങ്ങും. വലിയ ഭക്തിയുടെയും അതോടൊപ്പം തന്നെ ആവേശത്തിന്റെയും ഒക്കെ നിറവിലാണ് കൽപ്പാത്തിയിലുള്ളവർ. കാരണം ഇത് ഇവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. കാരണം ദൈവങ്ങൾ സ്വന്തം വീട്ടുമുറ്റത്തെത്തുന്നു എന്നുള്ളതാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവരൊക്കെ തന്നെ കാത്തിരിക്കുന്നു. തങ്ങളുടെ വീട്ടുപടിക്കൽ ദൈവം എത്തുന്നത്, തങ്ങളുടെ അഗ്രഹാരത്തിന്റെ നാഥന്മാരെത്തുന്നതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ രഥാരോഹണം പൂർത്തിയായതാ ഉടൻ തന്നെ ഇപ്പോൾ രഥം പ്രയാണം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഈ രഥം അഗ്രഹാര വീതിയിലൂടെ വരും. ഏകദേശം 500 മീറ്റർ നീങ്ങി ഇന്ന് ഇവിടെ രഥം ഉച്ചയ്ക്ക് നിലയുറപ്പിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വീണ്ടും ബാക്കി ദൂരം കൂടി സഞ്ചരിക്കുക. അങ്ങനെ അത് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തും. അവിടെ നിന്ന് പിന്നീട് നാളെയാണ് തിരിച്ച് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക്, നമ്മളിപ്പോൾ കാണുന്ന ക്ഷേത്രത്തിലേക്ക് തിരികെ രഥങ്ങളെത്തുക. ഇപ്പോൾ ശരി, കൽപ്പാത്തി തെരുവിൽ നിന്നുള്ള കാഴ്ചയാണ്. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ തേര് അല്പസമയത്തിനകം പ്രയാണം ആരംഭിക്കും. ഗോകുൽ VS ആണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വിവരങ്ങളൊക്കെ നൽകിയത്.